എന്താ പ്രിയങ്കേ, ചേച്ചിക്ക് കൂട്ടിരിക്കാൻ വന്നതാണോ? അതിനെനിക്ക് ഭ്രാന്തൊന്നുമില്ല. നീ വാ. സത്യം പറഞ്ഞ ആ പൂജാമുറിന്ന് ചേച്ചിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനാ ഞാൻ വന്നത്. വിശ്വസിക്കുന്നുണ്ടോ പ്രിയങ്കേ? വിശ്വസിക്കാതെ എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ പലതും സംഭവിക്കാറുണ്ടല്ലോ. എനിക്ക് കേൾക്കട്ടെ. നീ ഇത്രയും നാൾ അവളുടെ കൂടെ ജീവിച്ചതല്ലേ? ഈ കാലത്തിനിടയില് നിന്റെ കൺമുന്നിൽ നടന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞേ. അത് കഥകളിലെ നമുക്ക് എല്ലാം വായിക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കാതെയും ഒറ്റക്കാലിൽ നിന്നും ദേവന്മാരെ പ്രസാദിപ്പിച്ചെടുത്തതും വരം ചോദിച്ചതും ഒക്കെ. അതൊന്നും ആരും ചെയ്യാറില്ലല്ലോ. ഒരു കണക്കിന് എന്റെ ചേച്ചി കാണിക്കുന്ന ഈ വാശിയുണ്ടല്ലോ, അത് നല്ലതാ. നല്ലതോ? അതെ. രാധികയുടെ വ്രതം ദിവസങ്ങൾ പിന്നിട്ടിട്ടും സൂര്യ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അവൾക്ക് പിന്നെ ഈ കൃഷ്ണഭക്ത എന്നുള്ള പേരുണ്ടാവോ? ഉണ്ടാവോ പ്രിയങ്കേ? ഇനി സൂര്യ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ രാധിക വ്രതം നിർത്തോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ സംഭവിക്ക? പച്ചവെള്ളം പോലും കുടിക്കാതെ അവള് തൊണ്ട വരണ്ട് ചാകും. നിനക്കോ എനിക്കോ ചെറിയമ്മയ്ക്കോ ആർക്കും ഒരു കുറ്റവും ഇല്ല. പക്ഷേ നമുക്കൊക്കെ ബുദ്ധിമുട്ടായി തീർന്ന ഒരാള് അതോടെ തീർന്നു പോയി കിട്ടുകയും ചെയ്യും. അതല്ലേ നല്ലത് മോളെ? ഏട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ട്. കാര്യമേ ഉള്ളൂ. നീ നോക്കിക്കോ, ആദ്യത്തെ 1-2 നേരം ഭക്ഷണം കഴിക്ക്, വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അമ്മയൊക്കെ അവളുടെ അടുത്ത് ചെല്ലും, ഒരുപാട് നിർബന്ധിക്കും. പക്ഷേ പതുക്കെ പതുക്കെ അവരത് നിർത്തിക്കോളും. നിന്റെ ചേച്ചിക്ക് ചാകാനുള്ള സമയം അവള് തിരഞ്ഞെടുത്തു എന്ന് കരുതിയാ മതി. ചെല്ല് പ്രിയങ്കേ.